വെൽക്കം ബാക്ക് ടു അച്ചു വേദു വ്ളോഗ്. സ്ട്രെസ്സും ടെൻഷനും ഒക്കെ നിറഞ്ഞു നിൽക്കുമ്പോൾ ഒരു നല്ല യാത്ര പോവുകയാണെങ്കിൽ അതൊക്കെ മറന്നു പോവല്ലേ? നിങ്ങൾക്ക് എങ്ങനെയാണ്? അതും ഹെവൻലി ടച്ചുള്ള ഒരു സ്ഥലത്ത് പോയാലോ? അപ്പം നമ്മൾ ഇന്ന് യാത്ര തിരിച്ചിരിക്കുന്നത് തൂമാനം വാട്ടർഫോൾസിലേക്കാണ്. ഇന്ന് അത്യാവശ്യം മഴയുള്ള ദിവസം തന്നെയായിരുന്നു. പക്ഷെ ഞങ്ങൾ പോയി വരുന്ന സമയത്ത് കാർമേഘം ഉണ്ടെങ്കിലും അത്യാവശ്യം നല്ലൊരു ക്ലൈമറ്റ് തന്നെയായിരുന്നു. അപ്പോൾ ഈ സ്ഥലത്തിനെക്കുറിച്ച് എന്നോട് പറഞ്ഞത് എൻ്റെ ഒരു ക്ലോസ് ഫ്രണ്ടാണ്. സോ സ്പെഷ്യൽ താങ്ക്സ് ടു പ്രമുദ. അപ്പോൾ പ്രമുദ പറഞ്ഞുകൊണ്ടാണ് ഞങ്ങൾ ഈ സ്ഥലം കാണാൻ വേണ്ടി പോകാമെന്ന് വിചാരിച്ചത്. അപ്പോൾ പുതിയ റൂട്ടല്ലേ, കാർ എടുത്ത് പോവുകയാണെങ്കിൽ പറ്റുമെന്നൊന്നും അറിയാത്തതുകൊണ്ട് നമ്മൾ ബൈക്കിൽ തന്നെയാണ് പോയത്. പക്ഷേ വാട്ടർഫോൾസിലേക്ക് പോകുന്ന റോഡൊക്കെ അടിപൊളി റോഡ് തന്നെയാണ് കേട്ടോ. നിങ്ങൾക്ക് കാറിലാണെങ്കിലും പോയി കാണാവുന്ന റോഡാണ്. പക്ഷേ ഏറ്റവും അതിശയമുള്ള കാര്യം എന്താ വെച്ചാൽ ഇത്രയും അടുത്ത് ഇങ്ങനെയൊരു വാട്ടർഫോൾസ് ഉള്ളത് നമ്മൾ ആദ്യമായിട്ടാണ് അറിയുന്നത്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചത് ആതിരപ്പള്ളി വാട്ടർഫോൾസ് മാത്രമാണ് നമുക്ക് ഒരു സീനിക് വ്യൂ ഒക്കെ ഉള്ള ഒരു വാട്ടർഫോൾസ് നമ്മുടെ അടുത്തുള്ളതെന്നാണ്. പക്ഷെ പോയി കണ്ടപ്പോൾ ഓ മൈ ഗോഡ്, നമ്മൾ എന്താ പറയുക, ഫ്രീ ടൈം കിട്ടുമ്പോൾ ഫാമിലിയായിട്ട് പോയിരിക്കാൻ പറ്റിയൊരു സ്പോട്ടായിരുന്നു അത്. അപ്പോൾ നമുക്ക് വാട്ടർഫോൾസിലേക്ക് പോകുന്ന വ്യൂസ് കാണാം. സത്യം പറഞ്ഞാൽ പനിയും സൗണ്ടും ഒക്കെ പോയിട്ട് ആകെ വയ്യാത്തൊരു ക്ഷീണം പിടിച്ച അവസ്ഥയിലിരുന്ന ഞാനാണ് അവിടെ പോയപ്പോൾ ഫുള്ളി റീചാർജ്ഡ് ആയിട്ടുള്ളൊരു ഒരു ഫീലാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ ഇതാണ് നമ്മുടെ വാട്ടർഫോൾസിലേക്ക് പോകുന്ന റോഡ്. ഇതാണ് ആ വാട്ടർഫോൾസിൻ്റെ മുകളിലുള്ള വ്യൂ. ഇതിൽ രണ്ട് സൈഡിലേക്കും റോഡുണ്ട്. ആ രണ്ട് സൈഡിലേക്ക് ഇറങ്ങിയാലും നല്ലൊരു വ്യൂ ആണ്. ആദ്യം നമ്മൾ ഇറങ്ങിയത് വാട്ടർഫോൾസിൻ്റെ നേരെ ഓപ്പോസിറ്റുള്ള റോഡിലേക്കാണ്. ഇതാണ് ആ റൂട്ട്, കണ്ടോ? കാട് പോലെയല്ല, പക്ഷേ ഇവിടെ ഉറവയൊക്കെ നമുക്ക് കാണാം, വെള്ളം വരുന്നത് കാണാം. പിന്നെ ഇവിടെ ചേച്ചിമാരൊക്കെ തുണി അലക്കാനൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഈ റൂട്ടിലേക്ക് നമ്മളൊന്ന് ഇറങ്ങി ഇവിടുത്തെ വ്യൂസൊക്കെ ഒന്ന് നമ്മൾ കണ്ടിട്ട് പതുക്കെ നമ്മൾ അപ്പുറത്ത് വാട്ടർഫോൾസിലേക്ക് ഇറങ്ങുകയാണ് ചെയ്തത്. അപ്പോൾ ഇവിടെ നല്ല പാറക്കെട്ടുകളും ഇവിടെ നല്ല മീനുകളൊക്കെ കണ്ടിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ മെറൈൻ വേൾഡിലൊക്കെ പോയപ്പോൾ കണ്ടില്ലേ മീനിൻ്റെ സ്പാൻ്റെ ഒരു ഏരിയ? അതൊന്നും അല്ല മക്കളെ സ്പാ. ഇവിടെ വന്ന് കാലൊന്ന് മുക്കി നോക്കിയേ, എവിടെ നിന്നില്ലാത്ത മീനുകൾ ഫുൾ നമ്മുടെ കാലിൽ വന്ന്. സ്പാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ലെവൽ സെറ്റപ്പാണ്. എനിക്കൊന്നും അധികം നേരം വെള്ളത്തിൽ നിൽക്കാം, കാരണം അധികം ഇക്കിളിയുള്ളവർക്കൊന്നും അങ്ങനെ വെള്ളത്തിൽ നിൽക്കാൻ പറ്റില്ല. അങ്ങനത്തെ ഒരു അറ്റ്മോസ്ഫിയറാണ്. പിന്നെ വെള്ളമൊക്കെ അത്യാവശ്യം തണുപ്പുള്ള വെള്ളമായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ കുറച്ച് ആ റൂട്ടിൽ കൂടെയൊക്കെ നടന്ന് അവിടുത്തെ വ്യൂ ഒക്കെ കണ്ടതിന് ശേഷം ഇവിടെ കണ്ടോ, വാട്ടർഫോൾസിൻ്റെ മുകളിൽ നിന്നുള്ള ഒരു വ്യൂ ആണ് നമുക്ക് മറ്റേ റൂട്ടിൽ കൂടെ പോയാൽ കിട്ടുന്നത്. ഇവിടെ നിന്ന് നമ്മൾ നോക്കിയപ്പോൾ നല്ല അത്യാവശ്യം ഒഴുക്കുണ്ട്. നമ്മൾ മഴക്കാലം ആയതുകൊണ്ട് ഇവിടേക്ക് കയറ്റുമോ എന്താണെന്നൊന്നും അറിയില്ലായിരുന്നു. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് നോക്കാൻ വന്നതാണ്, ഇവിടെ സേഫാണോ എന്നൊക്കെ. നമ്മൾ റിസ്ക് എടുത്ത് പോകാൻ പാടില്ലല്ലോ. അപ്പോൾ അങ്ങനെ നമ്മൾ നോക്കിയതിന് ശേഷം വേഗം മുകളിലേക്ക് കയറിയിട്ട് നമ്മൾ വാട്ടർഫോൾസിൻ്റെ സൈഡിലേക്ക് ഇറങ്ങുകയാണ്. അപ്പോൾ ഇവിടെ വരുമ്പോൾ ശ്രദ്ധിക്കുക, നിങ്ങൾ ഷൂസൊക്കെ ഇടുമ്പോൾ അത്യാവശ്യം ഗ്രിപ്പുള്ള ഷൂസ് തന്നെ ഇടണം. കാരണം നമ്മൾ വാട്ടർഫോൾസിലേക്ക് ഇറങ്ങുന്ന ആ റോഡ് അത്യാവശ്യം കല്ലും ഒക്കെ ഉള്ള റോഡാണ്. അപ്പം ഞാൻ സ്ലിപ്പറാണ്, സോഫ്റ്റായിട്ടുള്ള സ്ലിപ്പറാണ് ഇട്ടുണ്ടായിരുന്നത്. അപ്പോൾ എനിക്ക് ഇറങ്ങുമ്പോൾ ബുദ്ധിമുട്ട് തോന്നിയില്ല, പക്ഷെ കയറുന്ന സമയത്ത് കാൽ അത്യാവശ്യം സ്ലിപ്പാവുന്നുണ്ടായിരുന്നു. അപ്പോൾ പരിക്കുകളൊന്നും പറ്റാതിരിക്കാൻ വേണ്ടി ഇതാണ് റൂട്ട് കേട്ടോ. അപ്പോൾ എനിക്ക് തോന്നിയത് കാലുവേദനയൊക്കെ ഉള്ളവർക്കും ഈ റൂട്ടിൽ കൂടെ ഇറങ്ങാനൊക്കെ ഇത്തിരി പാടായിരിക്കും. ബട്ട് സ്റ്റിൽ നമ്മൾ പറയുന്ന പോലെ നോ പെയിൻ നോ ഗെയിൻ അല്ലേ. ഇങ്ങനെ ഒരു വ്യൂ കാണാൻ വേണ്ടി നമുക്ക് ഇത്തിരി ഒന്ന് ബുദ്ധിമുട്ടിയാലും കുഴപ്പമില്ല. അപ്പോൾ നമ്മളങ്ങനെ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ഇങ്ങനെ ഓരോതിൽ. പിന്നെ ഈ മഴക്കാലത്തൊക്കെ എനിക്ക് തോന്നുന്നു ഈ കല്ലൊക്കെ അത്യാവശ്യം സ്ലിപ്പറി ആയിരിക്കും കേട്ടോ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ എന്തായാലും സേഫായിട്ട് നമ്മൾ വാട്ടർഫോൾസിലെത്തിയിരിക്കുകയാണ്. ഇതാണ് തൂമാനം വാട്ടർഫോൾസ്. തൂമാനം എന്നാണോ പറയാമെന്ന് എനിക്കറിയില്ല. എന്തായാലും അടിപൊളി വ്യൂ ആണ്. ഇത് കണ്ടോ, ചെറിയൊരു വാട്ടർഫോൾസാണ്. പക്ഷേ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഇവിടെ ലോക്കലി ഉള്ളവർ മാത്രമേ വരുന്നുള്ളൂ, പുറത്തുള്ളവർ അധികം ഉണ്ടായിരുന്നില്ല. ഞങ്ങളും വേറൊരു ഫാമിലിയും മാത്രമാണ് ഇവിടെ ഉണ്ടായിരുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇതധികം ആൾക്കാർക്ക് ഈ ഒരു സ്ഥലം എത്തിയിട്ടില്ല.
അപ്പോൾ എന്തായാലും നല്ലൊരു ഫീല് തരുന്നൊരു സ്പോട്ടാണ്. നമുക്ക് ഫാമിലി ആയിട്ട് വന്നിരുന്ന് ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റിയ സ്പോട്ടാണ്. എന്തായാലും അച്ചു നല്ല എൻജോയ് ചെയ്തു ഇവിടെ. അപ്പോൾ എന്തായാലും ഞങ്ങൾ ഇനിയും ഇവിടെ വിസിറ്റ് ചെയ്യും, കാരണം ഞങ്ങൾക്ക് അത്ര ഇഷ്ടമായി. പിന്നെ കണ്ടില്ലേ, ആ വാട്ടർഫാൾസിൻ്റെ നേരെ ഓപ്പോസിറ്റ് കാണുന്നൊരു വ്യൂ ആണിത്. ഇത് നമുക്ക് അവിടെ നിന്നും കുറേ ഫോട്ടോസൊക്കെ എടുക്കാം. അപ്പോൾ ഇവിടെയും ഞാൻ പറഞ്ഞ പോലെ മീനുകളൊക്കെ നിറയെ ഉണ്ട്. അപ്പോൾ നമുക്ക് കാലിന് സ്പാ പോലെയൊക്കെ ചെയ്യുകയും ചെയ്യാം. നല്ല തണുത്ത വെള്ളമാണ്, നല്ല റീഫ്രഷിംഗ് ആയിട്ട് തോന്നും. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇവിടെ വന്ന് വിസിറ്റ് ചെയ്യും. ഇവിടെ വരാൻ നിങ്ങൾക്ക് കുഴപ്പമൊന്നും ഉണ്ടാവില്ല, കാരണം ഗൂഗിൾ മാപ്പ് നോക്കി ഈസി ആയിട്ട് നിങ്ങൾക്ക് ഇവിടെ വരാം. അപ്പോൾ നമ്മളങ്ങനെ വ്യൂ ഒക്കെ കണ്ടതിന് ശേഷം ഞങ്ങൾ വീട്ടിലേക്ക് യാത്ര തിരിച്ചു. സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് ഇവിടുന്ന് പോകാനേ മനസ്സുണ്ടായിരുന്നില്ല. പക്ഷേ എന്ത് ചെയ്യാനാണ്, നമുക്ക് ഇവിടെ തന്നെ ഇരിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ എന്തായാലും നമ്മൾ ഇനിയും ഇവിടെ വിസിറ്റ് ചെയ്യുന്നതായിരിക്കും. കുട്ടികൾക്കൊക്കെ ഒരു ടൈം പാസ്സല്ലേ, മാത്രമല്ല നമുക്കും ഒരു സ്ട്രെസ് റിലീഫാണ്. ഞങ്ങളെന്തായാലും ഫ്രീ ടൈം കിട്ടുമ്പോൾ ഇനിയും ഇവിടെ വിസിറ്റ് ചെയ്യണമെന്നാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനത്തെ യാത്രകളും വിശേഷങ്ങളൊക്കെ കാണാൻ വേണ്ടിയിട്ട് നമ്മളുടെ ചാനൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ട് ഞങ്ങൾക്ക് അനിവാര്യമാണ്. താങ്ക് യു.